ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് ജിസ സജീവ്. ഞാൻ നിങ്ങൾക്ക് കെമിസ്ട്രി സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. അതായത് നമ്മളിപ്പോൾ കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ, ഏതൊരു സബ്ജക്റ്റിനെ പറ്റിയും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അല്ലെ? നമ്മളെപ്പോഴും ഇപ്പൊ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് കോച്ചിങ് ക്ലാസ്സിൽ പോയാലും ഏത് ക്ലാസ്സിൽ ചെന്നാലും നിങ്ങൾ എന്താണ്, നമ്മൾ ബേസിക് പഠിക്കണം, ബേസിക്സ് അറിഞ്ഞിരിക്കണം എന്നൊക്കെയാണ് കേൾക്കാം. അപ്പോൾ ഈ NCERT, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ കെമിസ്ട്രിയെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള നോളജിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ബേസിക് കൺസെപ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് ഒരു ചാപ്റ്റർ തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് യൂണിറ്റ് 1, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നേച്ചറിനെ മനസ്സിലാക്കാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു. അത്തരത്തില് അവര് നോളജിനെ സിസ്റ്റമാറ്റൈസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നേച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഇത്തരത്തിലുള്ള ഹ്യൂമൻ എഫേർട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് സയൻസ് എന്ന് പറയാൻ സാധിക്കും. സയൻസ് ക്യാൻ ബി വ്യൂഡ് ആസ് എ കണ്ടിന്യൂയിങ് ഹ്യൂമൻ എഫേർട്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ എഫേർട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? To systematize knowledge for describing and understanding nature. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സയൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഇങ്ങനെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കെമിസ്ട്രി. നമ്മൾ കെമിസ്ട്രിയെ കുറിച്ചാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് കെമിസ്ട്രി നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് തന്നെ, കെമിസ്ട്രി എന്ന് പറഞ്ഞ എന്താണ്? ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. എന്തിനെ പറ്റിയൊക്കെയാണ് കെമിസ്ട്രി പഠിപ്പിക്കുന്നത്? സ്റ്റഡീസ് ദി പ്രിപ്പറേഷൻ, properties, structure and reactions of material substances. അതിനെയാണ്, ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? കെമിസ്ട്രി എന്ന്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് അത് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ വളരെ ബ്രീഫ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാണ്. ഓക്കെ, കെമിസ്ട്രി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെർച്ചിന്റെ റിസൾട്ട് ആയിട്ട് രൂപപ്പെട്ടതാണ്. അത് ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ ചോദിച്ചോ? ഒന്ന് ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ബേസർ മെറ്റൽസ്, അതായത് അയൺ, കോപ്പർ തുടങ്ങിയവയെ ഗോൾഡ് ആക്കി മാറ്റാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അതിനെയാണ് നമ്മൾ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, എലക്സിയർ ഓഫ് ലൈഫ്. നമ്മൾ അമൃത് എന്നൊക്കെ പറയുമല്ലോ, അതായത് നമുക്ക് ഇമ്മോർട്ടാലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, അതായിരുന്നു എലക്സിയർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കണ്ടെത്താനുള്ള മനുഷ്യരുടെ ആ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് കെമിസ്ട്രി രൂപപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ്, കെമിസ്ട്രി രണ്ട് ബ്രാഞ്ചസ് ആയിട്ടാണ്. അതായത് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത് മെയിൻലി ആൽക്കമി, അതുപോലെ ഇയാട്രോ കെമിസ്ട്രി എന്നീ രൂപങ്ങളിലാണ്. ഓക്കെ, ബ്രാഞ്ചസ് അല്ല. കെമിസ്ട്രി രൂപപ്പെട്ടു വന്നത് ആൽക്കമി, അതുപോലെ ഇയാട്രോ കെമിസ്ട്രി എന്നീ രണ്ട് ഫോംസിലായിട്ടാണ് കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആൽക്കമി എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊരു മിഡിവൽ കെമിക്കൽ സയൻസ് ആണ്. അത് എയിം ചെയ്യുന്നത് ബേസ് മെറ്റൽസിനെ ഗോൾഡ് ആയിട്ട് ട്രാൻസ്മ്യൂട്ടേഷൻ നടത്താം, അതുപോലെ തന്നെ ഡിസീസസിന്, രോഗങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ ക്യൂർ ഉറപ്പുവരുത്താം. അതായിരുന്നു ആൽക്കമിയുടെ ലക്ഷ്യം. ഇനി ഇയാട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയുന്നത് ഔഷധ രസതന്ത്രം എന്നാണ്. അതായത് നമ്മൾ എന്താണ്, മെഡിസിൻ, അതുപോലെ ഫിസിയോളജി എന്നിവയെ കെമിസ്ട്രിയുടെ ടേംസിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്ലസ് നമ്മൾ എന്താണ്, ഡിസീസസ്, രോഗങ്ങൾക്ക് കെമിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആൽക്കമി എന്താണ്, ഇയാട്രോ കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരണം. ഇന്ത്യയിൽ എങ്ങനെയാണ് കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ കെമിസ്ട്രി അറിയപ്പെട്ടിരുന്നത് രസായൻ ശാസ്ത്ര, രസതന്ത്ര, പിന്നെ രസക്രിയ, രസവിദ്യ എന്നീ പേരുകളായിരുന്നു. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് മെറ്റലർജി, മെഡിസിൻ, മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സ്, ഗ്ലാസ്, ഡൈസ് എന്നിവയെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് നിങ്ങൾ സിവിലൈസേഷൻസിനെ പറ്റിയൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടാവും. ഹാരപ്പ സിവിലൈസേഷൻ, അതുപോലെ മോഹൻജദാരോ സിവിലൈസേഷനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സിവിലൈസേഷനെ കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങളിൽ നിന്നും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള
കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. പണ്ട് കാലം തൊട്ട്, ആൻഷ്യൻ ടൈം തൊട്ടേ ഇന്ത്യയിൽ കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള എവിഡൻസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ബേക്ക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോ ഈ ബേക്ക്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ചുടുകട്ട എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് എവിഡൻസസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ റിമൈൻസ് ഓഫ് ഗ്ലേസ്ഡ് പോട്ടറി. പോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ മാസ് പ്രൊഡക്ഷൻ ഓഫ് പോട്ടറി നടന്നിട്ടുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു എവിഡൻസ് ആയിട്ടാണ് ഈ റിമൈൻസ് ഓഫ് ഗ്ലേസ്ഡ് പോട്ടറി ഇത്തരത്തിലുള്ള ഗവേഷണ ഫലങ്ങളായിട്ട് പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഓക്കെ, അപ്പൊ മാസ് പ്രൊഡക്ഷൻ ഓഫ് പോട്ടറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ് എന്ന് പറയാൻ കാരണം? അതിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യും, പിന്നെ അതിനെ മോൾഡ് ചെയ്യും, പിന്നെ നമ്മൾ അതിനെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് അത് ഡിസൈഡ് ക്വാളിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? കെമിസ്ട്രി അവിടെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു എവിഡൻസിൽ നിന്നും നമുക്ക് എന്താണ് കെമിസ്ട്രി ഇന്ത്യയിൽ ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കാം. നെക്സ്റ്റ്, ജിപ്സം സിമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ജിപ്സം സിമെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജിപ്സം സിമെന്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ലൈം ഉണ്ട്, സാൻഡ് ഉണ്ട്, അതുപോലെ കാൽസ്യം കാർബണേറ്റിന്റെ ട്രേസസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹാരപ്പൻസ് മെയ്ഡ് ഫെയിൻസ്. ഈ ഫെയിൻസ് എന്ന് പറഞ്ഞാൽ തിളക്കമുള്ള ഒരു തരം ഗ്ലാസ് ആണ്. ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ദേ മെൽറ്റഡ് ആൻഡ് ഫോർജഡ് എ വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് ഫ്രം മെറ്റൽസ്. അതായത് സിൽവർ, ഗോൾഡ്, കോപ്പർ, ലെഡ് തുടങ്ങിയ മെറ്റൽസിൽ നിന്നും വെറൈറ്റി ഓഫ് ഒബ്ജക്ട്സ് അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ദേ ഇംപ്രൂവ്ഡ് ദ ഹാർഡ്നെസ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ ഹാർഡ്നെസ് അവര് ടിൻ, ആർസനിക് എന്നിവ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ സിവിലൈസേഷനെ പറ്റിയുള്ള സ്റ്റഡീസ്, അതായത് പുരാവസ്തു ഗവേഷണ ഫലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറച്ച് എവിഡൻസസ് ആണ് ഇന്ത്യയിലുള്ള കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലുള്ള കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള എവിഡൻസസ് നമുക്ക് തന്നിരിക്കുന്നത് ഗ്രന്ഥങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഗ്രന്ഥം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഋഗ്വേദയെ കുറിച്ചാണ്. ഈ ഋഗ്വേദ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഋഗ്വേദയിൽ ടാനിങ് ഓഫ് ലെതർ ആൻഡ് ഡൈയിങ് ഓഫ് കോട്ടൺ വെർ പ്രാക്ടീസ്ഡ്. ഇന്ത്യയിൽ ടാനിങ് ഓഫ് ലെതറും ഡൈയിങ് ഓഫ് കോട്ടണും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ടാനിങ് ഓഫ് ലെതർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാം മൃഗങ്ങളുടെ തോലിൽ നിന്നൊക്കെ പണ്ട് കാലത്ത് എന്താണ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു ഇല്ലേ? അപ്പൊ ഈ മൃഗങ്ങളുടെ തോല് അവരുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി അത് അങ്ങനെ തന്നെ നമ്മൾ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കല്ല ചെയ്യുന്നത്. അതിന് ചില കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ട് അത് യോഗ്യമാക്കി തീർത്തിട്ടാണ് ഈ ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നത്. ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ടാനിങ് ഓഫ് ലെതർ. ഓക്കെ, നെക്സ്റ്റ് ഡൈയിങ് ഓഫ് കോട്ടൺ, അതായത് പരുത്തിയില് ചായം പൂശ. ഈ രണ്ട് പ്രോസസ്സും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഋഗ്വേദയിൽ പറയുന്നത്. അതുപോലെ തന്നെ ദ ഗോൾഡൻ ഗ്ലോസ് ഓഫ് ദി ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കറുത്ത വസ്തുക്കളുടെ സ്വർണ്ണത്തിളക്കം, അതായത് നോർത്ത് ഇന്ത്യയിൽ കണ്ടിരുന്ന മിനുസപ്പെടുത്തിയ കറുത്ത വസ്തുക്കളുടെ സ്വർണ്ണത്തിളക്കത്തെ കുറിച്ചും ഋഗ്വേദയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ സ്വർണ്ണത്തിളക്കം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ചൂളയുണ്ടല്ലോ, ചൂളയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ടാണ് അവർ അപ്രകാരം ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രയിൽ എന്താ പറയുന്നത്? എങ്ങനെ കടൽ ജലത്തിൽ നിന്നും സോൾട്ടിന്റെ പ്രൊഡക്ഷൻ, ഉപ്പിന്റെ നിർമ്മാണം നടത്താം എന്നുള്ളതിനെ കുറിച്ചും പിന്നെ വിവിധ തരം മദ്യത്തെ കുറിച്ചും അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്, സുശ്രുത സംഹിത. അതില് എന്താണ് ആൽക്കലിസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ചാരക സംഹിത. അതിൽ പറയുന്നത് ആൻഷ്യന്റ് ഇന്ത്യൻസിന് ഈ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഓക്സൈഡ്സ് ഓഫ് കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്, അതുപോലെ തന്നെ കോപ്പർ, സിങ്ക്, അയൺ എന്നിവയുടെ സൾഫേറ്റ്സ്, ലെഡ്, അയൺ എന്നിവയുടെ കാർബണേറ്റ്സ് എന്നിവ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള അറിവ് ആൻഷ്യന്റ് ഇന്ത്യൻസിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്
ഈ ഒരു ഗ്രന്ഥം പറയുന്നത്. പിന്നെ ആസവാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറ്റിയും ഈ ഒരു ഗ്രന്ഥത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് നമുക്ക് ഓൾഡസ്റ്റ് ആയുർവേദിക് എപ്പിക് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രസോപനിഷത്ത്. അതിൽ പറയുന്നത് എങ്ങനെ ഗൺ പൗഡർ മിക്സ്ചർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് രസരത്നാകർ. ഈ ഒരു ഗ്രന്ഥം എഴുതിയത് നാഗാർജുനയാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്, ഒരു ആൽക്കമിസ്റ്റ് ആണ്, കെമിസ്റ്റ് ആണ്, മെറ്റലർജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് രസരത്നാകർ. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. എങ്ങനെ മെർക്കുറി കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, ഫോർമുലേഷൻ ഓഫ് മെർക്കുറി കോമ്പൗണ്ട്സ്, ദെൻ മെത്തേഡ്സ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ടിൻ ആൻഡ് കോപ്പർ. സ്വർണം, വെള്ളി, പിന്നെ ടിൻ, കോപ്പർ എന്നിവയുടെ എക്സ്ട്രാക്ഷൻ, അതിനുള്ള മെത്തേഡ്സ് എന്താണെന്നൊക്കെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ വേരിയസ് ഫർണസ്, ഓവൻസ് ആൻഡ് ക്രൂസിബിൾസ്, ഇവയുടെ യൂസസ്. ഈ ഫർണേസസ്, ഓവൻസ്, ക്രൂസിബിൾ ഇതൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവലിൽ എത്തുമ്പോൾ പഠിക്കും. കെമിസ്ട്രി ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കോർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പ്രാക്ടിക്കൽസിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫർണേസസ്, ഓവൻസ്, ക്രൂസിബിൾസ് ഇവയുടെ വേരിയസ് ടൈപ്സിന്റെ യൂസസ് എന്താണെന്നുള്ളതിനെ പറ്റി ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്ലസ് ടുവിൽ തന്നെ പ്രാക്ടിക്കൽ സെക്ഷനിൽ, കെമിസ്ട്രി പ്രാക്ടിക്കൽ സെക്ഷനിൽ ചെയ്യുന്നതാണ് ഈ ഫ്ലെയിം കളർ വെച്ചിട്ട് ആ പർട്ടിക്കുലർ മെറ്റൽ, ഒരു സോൾട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. അപ്പോൾ അത്തരത്തിലുള്ള മെത്തേഡുകൾ തന്നെ പണ്ട് മുതൽ തന്നെ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ഇത്തരത്തിൽ ഫ്ലെയിം കളർ ഉപയോഗിച്ചിട്ട് മെറ്റൽസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൃഹത് സംഹിത. ബൃഹത് സംഹിതയെ നമുക്ക് ഒരു തരം എൻസൈക്ലോപീഡിയ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതില് ഗ്ലൂട്ടേനിയസ് മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഈ ഗ്ലൂട്ടേനിയസ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് വീടുകളിലും ക്ഷേത്രങ്ങളിലും മേൽക്കൂരകളിലും ഭിത്തികളിലും പൂശാനുള്ള പശിമയുള്ള ഒരു വസ്തു. ഓക്കെ, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഈ ഒരു ബൃഹത് സംഹിതയിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ് എന്നിവയുടെ ഒരു റെഫറൻസ് അത് ഈ ബൃഹത് സംഹിത പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗ്രന്ഥമാണ് ഗന്ധായുക്തി. ഗന്ധായുക്തിയിൽ പേര് പോലെ തന്നെ അതിൽ എന്താണ് സെൻസ്, പിന്നെ മൗത്ത് പെർഫ്യൂംസ്, ബാത്ത് പൗഡേഴ്സ്, ഇൻസെൻസ്, പിന്നെ ടോക്കം പൗഡർ എന്നിവയുടെ റെസിപ്പീസ് ആര് തരുന്നുണ്ട്, ഈ ഗന്ധയുക്തിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. പിന്നെ ചില തമിഴ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് സൾഫർ, ചാർക്കോൾ, പിന്നെ സോൾട്ട് പെറ്റർ, മെർക്കുറി, കാഫർ എന്നിവ ഉപയോഗിച്ച് ഫയർ വർക്ക്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉള്ളവർക്ക് കെമിസ്ട്രിയെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി പ്രാക്ടിക്കൽസ് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചക്രപാണിയെ കുറിച്ചാണ്. ഓക്കെ, ചക്രപാണിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മെർക്കുറി സൾഫൈഡ് ഡിസ്കവേർഡ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സോപ്പ് കണ്ടുപിടിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം മസ്റ്റാർഡ് ഓയിലും അതുപോലെ ചില ആൽക്കലീസും ഇൻഗ്രീഡിയന്റ് ആയി യൂസ് ചെയ്തുകൊണ്ടാണ് സോപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയും കാലം മുമ്പ് തന്നെ, അതായത് ഒരു 18th സെഞ്ച്വറി സി തൊട്ട് തന്നെ ഇന്ത്യൻസ് സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ആചാര്യ കാന്തയെ കുറിച്ചാണ്. ഓക്കെ, കന്നാഥ മുനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്കറിയാം ഇപ്പൊ ആറ്റോമിക് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ക്രെഡിറ്റ് സാധാരണ രീതിയിൽ കൊടുത്തിരുന്നത് ജോൺ ഡാൽട്ടൺ ആണ്. ഓക്കെ, ജോൺ ഡാൽട്ടന്റെ ആറ്റോമിക് തിയറി വളരെ പ്രശസ്തമാണ്. നിങ്ങൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും അതിനെപ്പറ്റി. പക്ഷെ അതിനൊക്കെ അദ്ദേഹം ആറ്റോമിക് തിയറി ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ, ഒരു 2500 വർഷം മുമ്പ് തന്നെ ഇന്ത്യയില് ഈ ഒരു കന്നാഥ മുനി ആറ്റോമിക് തിയറി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കന്നാഥ മുനിയെ കുറിച്ച് ഒന്ന് പറയാം. അദ്ദേഹം 600 BC ജനിച്ചത്. അദ്ദേഹം കശ്യപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു.
അദ്ദേഹമാണ് ഫസ്റ്റ് പ്രൊപ്പോണന്റ് ഓഫ് ദി ആറ്റോമിക് തിയറി. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് വൈശേഷിക സൂത്രാസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം എല്ലാ വസ്തുക്കളും ഒരു സ്മോളർ യൂണിറ്റ്, അദ്ദേഹം അതിനെ പരമാണു എന്നാണ് വിളിച്ചത്. ആ ഒരു പരമാണുവിന്റെ ഒരു അഗ്രിഗേറ്റഡ് ഫോം ആണ് എല്ലാ സബ്സ്റ്റൻസസും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു തിയറി, ഇത്തരത്തിലുള്ള വെരി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസിന്റെ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഈ പരമാണുവിന് ചില പെക്യുലാരിറ്റീസ് ഉണ്ട് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റില്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം എറ്റേണൽ ആണ്. ഓക്കെ, അതായത് നിലനിൽക്കുന്നതാണ് ഇന്നും. പിന്നെ ഇൻഡെസ്ട്രക്റ്റബിൾ ആണ്, അതായത് നശിപ്പിക്കാൻ പറ്റാത്തതാണ്. പിന്നെ സ്പിരിക്കൽ ആണ്, സൂപ്പർ ആൻഡ് സെൻസിബിൾ ആണ്, ഇൻ മോഷൻ, ഒറിജിനൽ സ്റ്റേറ്റിൽ ഇൻ മോഷനിലായിരിക്കും. പിന്നെ കാനോട്ട് ബി സെൻസ്ഡ് ത്രൂ എനി ഹ്യൂമൻ ഓർഗൻ, നമുക്ക് നമ്മുടെ കൈ കൊണ്ടോ അതായത് ഹ്യൂമൻ ഓർഗൻസ് ഒന്നും കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സെൻസ് ചെയ്യാൻ സാധിക്കില്ല. ദീസ് കുഡ് ഫോം പെയർസ് ഓഫ് ട്രിപ്ലെറ്റ് pairs or triplets among other combinations. പെയേഴ്സ് ആയിട്ടും ട്രിപ്ലെറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ മറ്റു കോമ്പിനേഷൻസ് ആയിട്ടും ഒക്കെ ഈ ഒരു പരമാണുവിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അൺസീൻ ഫോഴ്സസ് കോസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം, ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇത്തരത്തില് ഇവ പെയേഴ്സ് ആകുമ്പോഴും ട്രിപ്ലെറ്റ്സ് ആകുമ്പോഴും അതർ കോമ്പിനേഷൻ ആകുമ്പോഴും ഇവ തമ്മിലുള്ള ഇന്ററാക്ഷന് കാരണമായിട്ടുള്ള ഫോഴ്സസ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ എന്താണ്, ആറ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പോ 2500 ജോൺ ഡാൽട്ടൺ ആറ്റമിക് തിയറി പ്രസ്താവിക്കുന്നതിനും 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ടെക്നോളജിയോ മെത്തേഡ്സോ ഒന്നും ഡെവലപ്ഡ് അല്ലാത്ത, അഡ്വാൻസ്ഡ് അല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനകരമായിട്ട് കന്നാഥ മുനി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പെക്യുലാരിറ്റീസ്, പരമാണു ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള കുറെ അതിന്റെ ക്യാരക്ടറിസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ഇത്തരത്തില് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ആറ്റം അതായത് കെമിസ്ട്രിയുടെ പാർട്ടാണ് എന്ത്, ആറ്റം, മോളിക്യൂൾസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കെമിസ്ട്രി എന്ന് പറയുന്നത് ഈസ് ദി സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെയും കുറെ എവിഡൻസസ് നമുക്ക് കിട്ടും. ഇതുപോലെ സയൻസ് കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് വീണ്ടും കിട്ടും. അതിലൊന്നാണ് ഒരു ചൈനീസ് ട്രാവലർ ഉണ്ട്, ഇറ്റ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലറിന്റെ വിവരണത്തിൽ നിന്നും ഇന്ത്യയില് 17ാം സെഞ്ചുറി 17th സെഞ്ചുറി തൊട്ട് തന്നെ കടലാസിനെ കുറിച്ച് അറിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്ഷശില, അവിടെ നടന്നിട്ടുള്ള ഉത്ഖനനങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കാര് 4ാം നൂറ്റാണ്ട് തൊട്ട് തന്നെ ഇങ്ക്, മഷി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഫെർമെന്റേഷൻ എന്നുള്ള പ്രോസസ്സിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരുപാട് എവിഡൻസസ് പിന്നെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് പറയുന്നത് എന്താ വെച്ചാൽ ഈ ആൽക്കമിയുടെ ഡിക്ലൈന് ശേഷം ഈ ഇയാട്രോ കെമിസ്ട്രി അതിന്റെ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തി എന്നാണ് പറയുന്നത്. ഇയാട്രോ കെമിസ്ട്രി എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഔഷധ രസതന്ത്രം. ഓക്കെ, പിന്നെ എന്തുണ്ടായി, നമ്മുടെ ഇന്ത്യയില് ഈ ഒരു വെസ്റ്റേൺ മെഡിസിനൽ സിസ്റ്റം 20ാം നൂറ്റാണ്ടോട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പൊ അതോടുകൂടി എന്തുണ്ടായി, ഈ ഒരു ഇയാട്രോ കെമിസ്ട്രി ഡിക്ലൈൻ ചെയ്യപ്പെടാണ് ചെയ്തത്. ഓക്കെ, പിന്നീട് ഇന്ത്യൻസിന് ന്യൂ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നതിനും പഠിക്കുന്നതിനും ഒരു 100-150 വർഷങ്ങൾ എടുത്തു. ആ സമയമായപ്പോഴേക്കും എന്തുണ്ടായി, നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിൻ പ്രൊഡക്ട്സ് എത്താൻ തുടങ്ങി. ഓക്കെ, അപ്പോ അതോടുകൂടി നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ട്രഡീഷണൽ ടെക്നിക്സ് ഒക്കെ അവസാനിക്കുകയാണ്, ഡിക്ലൈൻ ചെയ്യപ്പെടാണ്. പിന്നീട് ഇന്ത്യയിലേക്ക് മോഡേൺ സയൻസ് എത്തുകയാണ്. അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി മോഡേൺ സയൻസ് ഇന്ത്യയിൽ എത്തുകയും പിന്നീട് 19ാം നൂറ്റാണ്ട് ഒരു മിഡ് 19th സെഞ്ചുറിയോട് കൂടി എന്തുണ്ടായി, യൂറോപ്യൻ സയന്റിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് എത്താനും അങ്ങനെ മോഡേൺ കെമിസ്ട്രി വളർച്ച പ്രാപിക്കാനും തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് കെമിസ്ട്രിയിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയെ കുറിച്ചാണ്. ഓക്കെ, കെമിസ്ട്രിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് പേസ്റ്റ് എടുക്കുന്നു. ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ കെമിസ്ട്രി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നു. നേരത്തെ തന്നെ പറഞ്ഞു, സോപ്പ് എന്ന് പറയുന്നത് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് കെമിസ്ട്രി. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നോക്കിയാലും, നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്താലും അതിലൊക്കെ എന്തുണ്ട്, കെമിസ്ട്രി ഉണ്ട്. നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിലും അതിൽ എന്തുണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പൊ നമ്മളുടെ നിത്യജീവിതത്തിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് എവറിഡേ ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒരുപാട് ഡൈവേഴ്സ് ഏരിയാസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഏരിയാസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് വെതർ പാറ്റേൺസ്. ഓക്കെ, വെതർ പാറ്റേൺസ് പ്രിഡിക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അതുപോലെ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ, ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ, ദെൻ പ്രൊഡക്ഷൻ ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് ഫെർട്ടിലൈസേഴ്സ്, ആൽക്കലീസ്, ആസിഡ്സ്, സോൾട്ട്സ്, ഡൈസ്, പോളിമേഴ്സ്, ഡ്രഗ്സ്, സോപ്പ്, അലോയ്സ്, എക്സെട്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ എന്താണ് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനിയുണ്ട് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നാഷണൽ ഇക്കണോമിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ നടത്താൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പൊ നേരത്തെ പോയിന്റിൽ നമ്മൾ കണ്ട പോലെ ഈ ഫെർട്ടിലൈസേഴ്സ്, ആൽക്കലീസ്, ആസിഡ്സ്, സോൾട്ട്സ്, ഡൈസ്, പോളിമേഴ്സ്, ഡ്രഗ്സ്, സോപ്സ്, അലോയ്സ്, ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് കെമിസ്ട്രി വേണം. അതുപോലെ തന്നെ ഇവയെല്ലാം എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇൻഡസ്ട്രീസിലാണ്, ഫാക്ടറീസിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടറീസും ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരുപാട് ഹ്യൂമൻ എഫേർട്ട് നമുക്ക് ആവശ്യമാണ്, മാൻ പവർ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനും ഫാക്ടറീസിനും സാധിക്കുന്നുണ്ട്. സോ നമുക്ക് പറയാൻ സാധിക്കും എന്ത്, അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളൊരു വലിയൊരു ചാലഞ്ചിനെ ഓവർകം ചെയ്യാൻ സംവാട്ട് ഈ കെമിസ്ട്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഇൻ എ ബിഗ് വേ ടു ദി നാഷണൽ ഇക്കണോമി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് കെമിസ്ട്രി ലൈഫ് സേവിങ് ഡ്രഗ്സിന്റെ ഐസൊലേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒന്ന് സിസ്പ്ലാസ്റ്റിൻ ആൻഡ് ടാക്സോൾ. ഇത് ക്യാൻസർ തെറാപ്പിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ദെൻ അസിഡോതൈമിഡിൻ, AZT എന്നാണ് ഷോർട്ട് ഫോം. എയ്ഡ്സ് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് ഡ്രഗ് ആണ് അസിഡോതൈമിഡിൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ നമ്മൾ കേട്ടിട്ടുണ്ട് CFC, ക്ലോറോഫ്ലൂറോ കാർബൺ. ഓസോൺ ഡിപ്ലീഷനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഓസോൺ ഡിപ്ലീഷനെ പറ്റിയിട്ടും അതിന്റെ കോൺസിക്വൻസസിനെ പറ്റിയിട്ടും, അല്ലെ. ഈ ഓസോൺ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു ലെയർ ആണ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ്. എന്തിൽ നിന്നും, സണ്ണിൽ നിന്നും വരുന്ന, സൂര്യനിൽ നിന്നും വരുന്ന UV റേസിൽ നിന്നും, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള UV റേസിൽ നിന്നും എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഓസോൺ ലെയർ. ഓക്കെ, അപ്പൊ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഹസാഡസ് ആയിട്ടുള്ള റെഫ്രിജറൻസ് ആയിട്ടുള്ള ക്ലോറോഫ്ലൂറൻ കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ വരുത്തുന്നുണ്ട്, ശോഷണം വരുത്തുന്നുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഹസാഡസ് ആയിട്ടുള്ള റെഫ്രിജറൻസിന് നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം വളരെ സേഫർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിനെ കൊണ്ടുവരാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്, കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളി ആയിട്ട് അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിൽ ഒരു നിങ്ങൾ ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്ര അറിഞ്ഞു വെച്ചാൽ മതി. ക്ലോറോഫ്ലൂറോ കാർബൺ തുടങ്ങിയിട്ടുള്ള ഹസാഡസ് ആയിട്ടുള്ള റെഫ്രിജറൻസിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സേഫർ ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവരാൻ കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തില് വളരെ ഹ്യൂമൻ വേൾഡിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്, കെമിസ്ട്രിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കെമിസ്ട്രി എന്ന സബ്ജക്ട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടിയാണ് ഇത്രയും ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ഓക്കെ, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ
കുറെ അധികം വാസ്റ്റ് ആയിട്ട് എഴുതി വെച്ചേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഈ PPTയും പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി ഒരുമിച്ച് നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്ററിനെ പറ്റിയിട്ടാണ്. കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മാറ്റർ. ഓക്കെ, അപ്പൊ ഈ മാറ്റർ എന്നാൽ എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലോട്ട് പഠിക്കുന്നതാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ്. മാസ് ഉള്ളതും അതുപോലെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന എന്തിനെ നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. മാറ്റർ എന്ന് പറയുന്നത് മെയിൻലി 3 ഫിസിക്കൽ സ്റ്റേറ്റിലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ വേറെയും കുറെ ഫോംസിൽ ഫിസിക്കൽ സ്റ്റേറ്റ്സിൽ ഈ മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു 3 സ്റ്റേറ്റിനെ പറ്റിയേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇവ എങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യും, ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോളിഡ് എന്ന് പറയുമ്പോൾ അതിൽ പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. അതായത് ദ പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതുപോലെ തന്നെ അതൊരു ഓർഡർലി ഫാഷനിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇതിനൊരു ഓർഡർ ഉണ്ട്. റൈറ്റ്, നിങ്ങൾ ആ ഫിഗർ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അതിൽ സോളിഡിന്റെ ആ ഒരു ഫിഗർ ഉണ്ടോ? അതിൽ പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഓർഡറിലായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ലിക്വിഡിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്? പാർട്ടിക്കിൾസ് ക്ലോസ് തന്നെയാണ്, പക്ഷെ എന്താണ്, അവയ്ക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ. ദേ ക്യാൻ മൂവ് അറൌണ്ട്. ഓക്കെ, അതായത് പാർട്ടിക്കിൾസ് ക്ലോസ് തന്നെയാണ്, പക്ഷെ സോളിഡിന്റെ അത്രയും ക്ലോസ് ആയിട്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്നില്ല. പ്ലസ് അവർക്ക് എന്താണ്, മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ ഫിഗർ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഗ്യാസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ദൂരെ, അതായത് വളരെ അകലത്തിലാണ്, ഫാർ എപ്പാർട്ട് ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, അതുപോലെ ഫാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവയുടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ആണ് ഈ 3 സ്റ്റേറ്റിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് സോളിഡിന്റെ പ്രത്യേകത, അവയ്ക്ക് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിന്റെ കേസ് എങ്ങനെയാണ്? അവയ്ക്ക് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. ഇപ്പൊ നമ്മൾ ഏതൊരു കുപ്പിയിലാണോ നമ്മളിപ്പോ വെള്ളം എടുക്കുന്നത്, ആ കുപ്പിയുടെ ഷേപ്പിലേക്ക് ആ പർട്ടിക്കുലർ എന്താണ് ലിക്വിഡ് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഗ്യാസിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, അവയ്ക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ വൈസ് നിങ്ങൾക്ക് ഇവയുടെ ഡിഫറൻസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവയുടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നതും ഇന്റർ കൺവേർട്ടബിൾ ആണ്. എങ്ങനെ? നമ്മൾ ഇവയുടെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഈ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ചൂടാക്കുമ്പോൾ എന്തുണ്ടാവും? സോളിഡ് എന്ന് പറയുന്നത് ലിക്വിഡായി മാറുന്നു. പിന്നെ ലിക്വിഡിന് നമ്മൾ ചൂടാക്കുമ്പോൾ എന്തുണ്ടാവും? അത് ഗ്യാസ് അഥവാ വേപ്പർ ആയിട്ട് മാറുന്നു. ഇനി ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സ് നോക്കാം. ഗ്യാസ് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് ലിക്വിഫൈ ചെയ്തിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്നു. നെക്സ്റ്റ് ഈ ലിക്വിഡിനെ നമ്മൾ വീണ്ടും കൂൾ ചെയ്യുമ്പോൾ അതെന്താവും? സോളിഡ് ആയിട്ട് ഫ്രീസ് ആവുന്നു. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഐസ്, വാട്ടർ, അതുപോലെ വേപ്പർ, ആ ഒരു എക്സാമ്പിളാണ് നമ്മൾ എടുക്കാറ്. ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് ലിക്വിഡായി മാറുന്നു, വാട്ടറായി മാറുന്നു. അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്താവും? വാട്ടർ വേപ്പറായി മാറുന്നു. ഇനി ആ വാട്ടർ വേപ്പറിനെ നമ്മൾ കൂൾ ചെയ്യാണ്. കൂൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത് വീണ്ടും വാട്ടർ ആവും. അതിനെ വീണ്ടും കൂൾ ചെയ്യുമ്പോൾ അതെന്താവും? അത് ഫ്രീസ് ആയിട്ട് ഐസായിട്ട് മാറും. ഓക്കെ, അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിലെ. നമ്മൾ എങ്ങനെയാണ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, നമ്മൾ എന്താണ് മാറ്റർ എന്ന് കണ്ടു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്ന് കണ്ടു. അതുപോലെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ, 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവ എങ്ങനെ ഇന്റർ കൺവേർട്ടബിൾ ആയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിനെ കുറിച്ചാണ്. മാറ്ററിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, മിക്സ്ചേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ്. അതിൽ തന്നെ മിക്സ്ചേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസിനെയും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നോക്കാം, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പ്യുവർ സബ്സ്റ്റൻസസിനെ പറ്റിയാണ്. ഈ പ്യുവർ സബ്സ്റ്റൻസസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ് ഹാവ് ഫിക്സഡ് കോമ്പോസിഷൻ. ഈ പ്യുവർ സബ്സ്റ്റൻസസിലെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന് എന്താണ്, ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ കോപ്പർ എടുത്തോ, സിൽവർ എടുത്തോ, ഗോൾഡ് എടുത്തോ, വാട്ടർ എടുത്തോ, ഗ്ലൂക്കോസ് എടുത്തോ, ഇവയുടെയൊക്കെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന് എന്താണ്, ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ആയിരിക്കും. ഇപ്പോൾ ഗ്ലൂക്കോസ് എടുക്കുക, C6H12O6, അതിൽ 6 കാർബൺ, 12 ഹൈഡ്രജൻ, ഓക്സിജൻ 6 എണ്ണം. ഈ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും ഗ്ലൂക്കോസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്യുവർ സബ്സ്റ്റൻസസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞു. ഏതൊക്കെയാ? എലമെന്റ്സും കോമ്പൗണ്ട്സും. അപ്പോൾ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, particles of an element consist of only one type of atoms. These particles may exist as atoms and molecules. അതായത് എലമെന്റ്സിലെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിലുള്ളത് ഒരൊറ്റ ടൈപ്പ് ആറ്റം ആയിരിക്കും. പിന്നെ അതിൽ തന്നെ ഈ എലമെന്റ്സിന് ആറ്റംസ് ആയിട്ടും മോളിക്യൂൾസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ, എലമെന്റ്സിലെ പാർട്ടിക്കിൾസിന് ആറ്റംസ് ആയിട്ടും മോളിക്യൂൾസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ മോളത്തെ ആ റോയില് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. ഹൈഡ്രജന്റെ ആറ്റം, ഓക്സിജന്റെ ആറ്റം, നൈട്രജന്റെ ആറ്റം, കോപ്പറിന്റെ ആറ്റം, സോഡിയത്തിന്റെ ആറ്റം. എന്നാൽ അതിന് താഴെ തന്നെ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഹൈഡ്രജന്റെ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഓക്സിജന്റെ മോളിക്യൂൾ ഫോം ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് ഇവയെ എലമെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എലമെന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിലിപ്പോ സോഡിയം, കോപ്പർ, സിൽവർ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇവയിലൊക്കെ എന്താണ്, ഒരൊറ്റ ടൈപ്പ് ആറ്റമേ ഉള്ളൂ. ഇപ്പൊ സോഡിയത്തിലാണെങ്കിൽ സോഡിയത്തിന്റെ മാത്രം ആറ്റം, പിന്നെ കോപ്പറിലാണെങ്കിൽ കോപ്പറിന്റെ മാത്രം ആറ്റം. ഇനി ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന് ആറ്റമായിട്ടും മോളിക്യൂളായിട്ടും എക്സിസ്റ്റ് ചെയ്യാം. ഇനി ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരൊറ്റ ആറ്റം, ഹൈഡ്രജൻ മോളിക്യൂളിലോ ഈ ഫിഗറിൽ കാണുന്ന പോലെ 2 ഹൈഡ്രജൻ ആറ്റം കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇൻ നേച്ചർ. അതെ, ഇപ്പോ സോഡിയം എന്ന് പറഞ്ഞ എലമെന്റിലുള്ള ആറ്റം, കോപ്പറിലുള്ള എലമെന്റിലുള്ള ആറ്റം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ഇൻ നേച്ചർ ആയിരിക്കും. അവ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ എലമെന്റ്സും എന്താണെന്ന് നമ്മളിപ്പോ പഠിച്ചു. നെക്സ്റ്റ്, പ്യുവർ സബ്സ്റ്റൻസിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? കോമ്പൗണ്ട്സ് ആയിരുന്നു അല്ലെ? അപ്പൊ കോമ്പൗണ്ട്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കോമ്പൗണ്ടില് 2 അതിലധികമോ ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആയിരിക്കും. അവ കമ്പൈൻ ചെയ്യുന്നത് ഡെഫിനിറ്റ് റേഷ്യോയിലായിരിക്കും. When 2 or more atoms of different elements combine together in a definite ratio, the molecule of a compound obtained. ഇവിടെ വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്ടറിൽ എന്താണ്, ഹൈഡ്രജനും ഓക്സിജനും ആറ്റംസ് ഉണ്ട് അല്ലെ? അപ്പോൾ ഹൈഡ്രജന്റെ 2 ആറ്റം, ഓക്സിജന്റെ 1 ആറ്റം. അത് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റും ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റും കൂടിയിട്ട് രണ്ട് ആറ്റംസും കൂടിയിട്ട് കമ്പൈൻ ചെയ്യാന് ഒരു ഡെഫിനിറ്റ് റേഷ്യോയില്. അവിടെ നമ്മളൊരു ടേം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം, ഡെഫിനിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പൊ ആ ഡെഫിനിറ്റ് റേഷ്യോയില് ഇത്തരത്തില് ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോമ്പൗണ്ടിന്റെ മോളിക്യൂള് കിട്ടുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസും നമ്മൾ പഠിക്കണം. വാട്ടർ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്, ഷുഗർ, എക്സെട്ര. ഇപ്പൊ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ പറ്റിയിട്ട് നോക്കി, പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കി, അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, എലമെന്റ്സും പിന്നെ എന്താണ്, കോമ്പൗണ്ടും. ഇപ്പൊ കണ്ടോ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്യുവർ സബ്സ്റ്റൻസിൽ എന്താണ്, ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കോമ്പൗണ്ടിൽ നോക്കുകയാണെങ്കിലോ ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലാണ് അവ കമ്പൈൻ ചെയ്യുന്നത്.
ഈ രണ്ട് ടേംസ് നമ്മൾ നോക്കണം. ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സാമ്പിളും ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിക്സ്ചറിനെ പറ്റിയിട്ടാണ്. മാറ്ററിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ആദ്യത്തെ നമ്മൾ കണ്ടു പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് കണ്ടു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് മിക്സ്ചേഴ്സിനെ പറ്റിയിട്ട്. മിക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ രണ്ടോ അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസസ് അതിലെ പാർട്ടിക്കിൾസ് ആയിട്ട് പ്രസന്റ് ആണ്. അത് എങ്ങനെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? അത് ഏതൊരു റേഷ്യയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഈ മിക്സ്ചറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കാറുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, അത് ആലോചിച്ചാൽ മതി. അതിലിപ്പോ ഒരുപാട് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ഏതൊക്കെയാണ്? അതിലിപ്പോ നീളത്തിലുള്ള സംഭവം ഉണ്ടാവും, പിന്നെ അതുപോലെ നമ്മൾ അതിൽ കപ്പലണ്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു ഏത് റേഷ്യയിൽ വേണമെങ്കിലും, ചിലപ്പോൾ കപ്പലണ്ടി കുറച്ചധികമായിരിക്കും, ബാക്കിയുള്ള സാധനങ്ങൾ കുറവായിരിക്കും. അങ്ങനെ ഏത് റേഷ്യയിൽ വേണമെങ്കിലും മിക്സ്ചറിൽ കാണാം. അതുപോലെ തന്നെ മിക്സ്ചറും. ഓക്കെ, ഞാൻ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ മിക്സ്ചറിൽ എന്താണ്? അതിലുള്ള പാർട്ടിക്കിൾസ് ഒന്നോ അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസിന്റെ ആവാം. അത് എങ്ങനെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഏത് റേഷ്യോയിൽ വേണമെങ്കിലും അത് പ്രസന്റ് ആയിരിക്കാം. ഓക്കെ, അതിൽ ഫിക്സ്ഡ് റേഷ്യോ എന്നുള്ളൊരു ടേം അവിടെ ഉപയോഗിക്കുന്നില്ല, പകരം എന്താണ്? ഇൻ എനി റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്താണ്? ഷുഗർ സൊല്യൂഷൻ ഇൻ വാട്ടർ, എയർ, ടീ, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്? ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ പഞ്ചസാര കൂടാം, പിന്നെ വെള്ളം കുറയാം, അല്ലെങ്കിൽ വെള്ളം കൂടാം പഞ്ചസാര കുറയാം. പിന്നെ എയറിലാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് കോമ്പോസിഷനിലാണ് എയറിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീയുടെ കേസും ഇതുപോലെ തന്നെ. ഇനി ഈ മിക്സ്ചറിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിലുള്ള കമ്പോണൻസ്, ഈ കമ്പോണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആണ്. ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് കമ്പോണൻസ്? ഷുഗറും വാട്ടറും. ഓക്കെ, അപ്പോൾ ഈ ഹോമോജീനിയസ് മിക്സ്ചറിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ ആണ്. അവ പരസ്പരം നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? ത്രൂ ഔട്ട് ദി മിക്സ്ചറിൽ അവയുടെ ആ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അതിന്റെ കമ്പോണൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുത്തോ, അതിൽ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതിൽ നിന്ന് പഞ്ചസാരേനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുപോലെ വാട്ടറിനെ മാത്രമായിട്ട് എടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. അതിലുള്ള കമ്പോണൻസ് വളരെ എക്സാക്ട്ലി കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പ്ലസ് എന്താണ്? അവയുടെ കോമ്പോസിഷൻ, അവ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി ബൾക്ക് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എക്സാമ്പിൾ കൂടി പഠിച്ചു വെക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഈ ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദ കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ആൻഡ് സംടൈംസ് ഡിഫറെന്റ് കമ്പോണൻസ് ആർ വിസിബിൾ. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ അപ്പൊ നേരെ ഓപ്പോസിറ്റ് വരും. അതായത് അവയുടെ കോമ്പോസിഷൻ, അതിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി മിക്സ്ചർ എന്തായിരിക്കില്ല? യൂണിഫോം ആയിരിക്കില്ല. അതുപോലെ ചില സമയത്ത് എന്താ? ഡിഫറെന്റ് കമ്പോണൻസിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും സാധിക്കും. അതിന് എക്സാമ്പിൾ ആണ് സോൾട്ട് ആൻഡ് ഷുഗറിന്റെ മിക്സ്ചർ. നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതുള്ളൂ. സോൾട്ടും ഷുഗറും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അതിന് സോൾട്ടിനെ മാത്രമായിട്ട് കാണാൻ പറ്റും, ഷുഗറിനെ മാത്രമായിട്ട് കാണാനും പറ്റും. അതുപോലെ തന്നെ ഗ്രെയിൻസ് ആൻഡ് പൾസസ് നമ്മൾ കുറച്ച് അതും പിന്നെ കുറച്ച് ഡേർട്ടും കൂടി ആയാലും അതിലെന്താണ്? നമുക്ക് അവ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അരിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ ചില കല്ലുകളൊക്കെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്താണ്? ആ കല്ലൊക്കെ നമുക്ക് പെറുക്കി കളയാനായിട്ട് എളുപ്പമാണ് അല്ലേ? അതൊക്കെ എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത്രയാണ് മിക്സ്ചറിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് മിക്സ്ചർ, അതുപോലെ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മിക്സ്ചർ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ വിത്ത് എക്സാമ്പിൾ നമുക്ക് എഴുതി വെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ് കണ്ടത്? നമ്മൾ സയൻസിന് ചെറിയൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് കെമിസ്ട്രി എന്ന് കണ്ടിരുന്നു.
പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി എങ്ങനെയാണ് ഡെവലപ്ഡ് ആയത് പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് എന്നുള്ളതും നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി എന്താണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെർച്ചിൽ നിന്ന് രൂപീകൃതമായതാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഫിലോസഫർ സ്റ്റോണും പിന്നെ എലക്സിയർ ഓഫ് ലൈഫ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് കെമിസ്ട്രി വന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ ഇന്ത്യയിൽ നിന്നല്ല കെമിസ്ട്രി ശരിക്കും മൊത്തത്തിൽ രൂപം പ്രാപിച്ചത് ഈ പറഞ്ഞ പോലെ ആൽക്കമി അതുപോലെ ഇയാട്രോ കെമിസ്ട്രി എന്നീ രണ്ട് ഫോംസിലാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ കെമിസ്ട്രി എന്തൊക്കെ പേരിലാണ് ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്നെന്നുള്ളതും അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു